ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനും മോളും ഇക്കാക്കയും കൂടിയിട്ട് ഒന്ന് പുറത്തു പോവാ. നോക്കുക, കോഴിക്കോട് ടൗണിലെ ഏതെങ്കിലും ഒരു പിച്ചാട്ടിലോ ഡോമിനോസിലോ എവിടെയെങ്കിലും പോയിട്ട് ലൈറ്റായിട്ട്, അതന്നെ ലൈറ്റായിട്ട് വയറ് നിറയുന്ന എത്രയും കഴിക്കാൻ പോവാണ്. എന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ പിസ്സ. ഇത് കുറെ കാലമായി. ഇതോ പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറുങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. എപ്പോഴും ഇങ്ങനെ അല്ല കേട്ടോ, അതത് സീസണിൽ കയ്യിലിരിപ്പ് പോലെ, കയ്യിലെ പന്തിട്ട് പോലെ. ചിലപ്പോൾ ഒരു സ്ലൈസ് കേക്ക് മുറിച്ചിട്ടായിരിക്കും ആഘോഷിക്കുക. പിന്നെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. ആദ്യം കണ്ടത്, പെണ്ണ് കണ്ടത്, വളയിട്ടത്, എൻഗേജ്മെന്റ് കഴിഞ്ഞത്, നിശ്ചയിച്ചത്, അങ്ങനെ പല കാര്യങ്ങളായിട്ട്. 13, 14, 13, 20, 22, 1, 29, 24. അത് ഏതൊക്കെ മാസങ്ങളാ പറയണേ മിസ്റ്റർ? ഡേറ്റ് മാത്രം പറഞ്ഞാൽ പോരാ. പറയൂ, ആദ്യമായിട്ട് കണ്ടത് പറയൂ. ആദ്യമായിട്ട് സംസാരിച്ചത് കാണാതെ കേട്ടോ. ഫസ്റ്റ് സംസാരിച്ചത് ജനുവരി 29. അത് എന്താണല്ലോ അല്ലേ, എന്റെ ബർത്ത്ഡേയും. ഈ വീരപ്പൻ ആദ്യമായിട്ട് സംസാരിച്ചതും ഒരേ ദിവസമാണ്. എന്റെ ഒപ്പം എനിക്ക് തന്ന ഗിഫ്റ്റാ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി തന്നു. അത് ലൈഫ് ലോങ് ലോക്കായിരിക്കും. ഞാൻ അറിയില്ല സുഹൃത്തുക്കളെ. അത് പിന്നെ കോമൺ ആണല്ലോ നമ്മുടെ ഫാമിലിയിലുള്ള സ്പെഷ്യൽ ഡേയ്സ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞതുള്ളൂ. മനസ്സിലായേ? സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ പെണ്ണുങ്ങളെ കയ്യിലേ ഉള്ളൂ. ആളുകൾക്കൊന്നും അറിയില്ല. ഡേറ്റ് മാത്രം കണ്ടില്ല പഠിച്ചത് പേടിച്ചിട്ടാ. കുടുംബത്തിലെ സമാധാനം പോയതല്ലേ വെച്ചിട്ട് ആർഭാടൊന്നും കാണിക്കലില്ല. കഴിയുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ലൈഫിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ. ഡെയിലി ഒരേ റൊട്ടീനായി പോയിക്കൊണ്ടിരുന്നാൽ ആർക്കാലും ബോറടിക്കും. ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ കുടുംബത്തിലൊരു രസമാണ്, അത്രേ ഉള്ളൂ. അത് ആർഭാടം കാണിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിലെ പൈസ പോലെ, നമ്മളെ ഇഷ്ടം പോലെ, നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ പിസ്സ കഴിച്ചിട്ട് കുറേ മാസങ്ങളായി. അപ്പോൾ ഇവരാദ്യമായിട്ട് കഴിക്കാൻ പോകുന്നു കേട്ടോ പിസ്സ. ഇവരിത് ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറെ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയിച്ചു. താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കും. ഹായ് പറഞ്ഞോളൂ. പിസ്സ കഴിക്കാനും പോവാന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ട് നിർത്തി ചാടിയില്ലേ. കാർ ക്ലീൻ ചെയ്യാണ്ട് ഇവരെ ഡെയിലി ചെയ്യണ്ടേ. പൊടി പിടിച്ച് കിടക്കുകയും നാണക്കേടല്ലേ വെച്ചിട്ട് പോണ വഴിക്ക് ക്ലീൻ ചെയ്യാലേ കാക്ക. എന്താണ് കാക്ക ഡെയിലി ക്ലീൻ ചെയ്യണ്ടേ? ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാ അങ്ങനെയാണ്. ബിസി ബിസിനസ്മാനാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് ചക്കോടി പ്രദേശത്തിലെ കാന്തിക ശക്തിയാണല്ലേ. അപ്പൊ ഗേറ്റുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്കൂള് നല്ല അടിപൊളിയല്ലോ. നമ്മള് തിരുവനന്തപുരം സ്കൂൾ മറ്റേ പൊളിഞ്ഞ കിടക്കാറായ സ്കൂളാണോ? ഓ കാണാനായില്ല അല്ലേ. ക്യാമറ ശരിക്കും വായിത്തത് അത്തറാണ് കേട്ടോ. ഇനി ഗിഫ്റ്റിന് വലിപ്പവും കാരണമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വായിത്തതുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ എന്താ പറയുക അത്ഭുതം അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇഷ്ടംപോലെ ഡ്രസ്സ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പെർഫ്യൂം ആയിരുന്നു. പെർഫ്യൂം അത്തർ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് വേഗം കാര്യം ഞാൻ കുറേ വാങ്ങി വെക്കൂല. ഫേവറേറ്റ് ഏതെങ്കിലും ഒന്നുണ്ടാവും എൻ്റെ കയ്യിൽ. അത് തീർന്നതായിട്ട് അടുത്ത കാര്യം ചെയ്യുള്ളൂ. അപ്പം രണ്ടാമത് ഞാൻ വാങ്ങാൻ വിചാരിച്ചാൽ വാങ്ങലേ ഇല്ല. കുറച്ചായി പുറത്തു പോലെ അധികം ഇല്ല. മക്കൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വാങ്ങി തന്നത് അത്തറാണ്. ഇത്രോന്നൊരു അത്തർ ബോട്ടിൽ മനസ്സിലാക്കണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഗിഫ്റ്റിന്റെ വലുപ്പത്തിലോ പൈസയുടെ കാര്യത്തിലല്ല. നമുക്കില്ലാത്ത സാധനങ്ങള് നമ്മളെ പാർട്ണർ ആലോചിച്ച് അന്വേഷിച്ച് കണ്ടെത്തി തരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള്, അതിപ്പോ സ്വർണ്ണം കൊണ്ട് പോയി തന്നാലും ഒരു മിഠായി ചോക്ലേറ്റ് തന്നാലും അപ്പോൾ അതിന്റെ സന്തോഷവും ഒരേപോലെ. അതാണ് സന്തുഷ്ട ദാമ്പത്യത്തിന്റെ അടയാളക്കാക്ക. ഓ സത്യം
ഹാപ്പി ആട്ടോ. കാര്യം പറയാം, ഈ മനുഷ്യന് ഇവരെ വയറ്റുള്ള സമയത്ത് ആനിവേഴ്സറിക്ക്, ഒരു ആഗസ്റ്റ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗോൾഡ് കമ്മല് മോതിരൊക്കെ ഫസ്റ്റ് നിക്കാഹിന്റെ ആനിവേഴ്സറിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഡ്രസ്സ് ഒരു ഒക്കേഷനിൽ തന്നിട്ടുണ്ട്. അതിൽ ഗോൾഡ് ടു ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വരെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ എല്ലാ ഭാര്യമാരോടും പറയാണ്, മറ്റൊക്കെ ഭാര്യയുടെ ഇറക്കരുത്, ഇട്ടിട്ട് ഇളക്കരുത്, പാവങ്ങളാണ്. പറ്റുന്ന ഭാര്യ തരും, സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. നമുക്ക് പിസ്സ ഹട്ടിലുണ്ട്, പോട്ടെ. വെറുതെ ആ ഗേറ്റ് അടവ് ഉണ്ടായപ്പോൾ ഒന്ന് സംസാരിച്ചെന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ഇട്ടില്ലേ, നിങ്ങൾ മറന്നു പോയാലോ ഞങ്ങളെ. അതുകൊണ്ടാണ് ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാനും മക്കളും എല്ലാവരും കൂടിയിട്ട് വ്ളോഗ് ചെയ്യില്ലേ, എഡിറ്റ് ചെയ്തില്ലേ, നമുക്ക് അറിയിക്കുന്നില്ലേ. കീപ് സപ്പോർട്ടിങ് us. അപ്പം ടു പിസ്സ ഹട്ട് നമ്മൾ ബീച്ചിന്റെ സൈഡിലെത്തി. ബട്ട്റോഡ് ബീച്ച്. ഓക്കെ, അപ്പൊ കാമ്പറ ബീച്ച് ഏതാ? ഇതപ്പുറത്താ. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ഡൗട്ടാ. അതുകൊണ്ട് ഞാൻ ഈ സൈഡൊക്കെ അല്ലേ ബട്ട്റോഡ് കാമ്പറ ബീച്ച് മിക്സ് ചെയ്ത് പറഞ്ഞോളൂ. ഏതാണ് കാമ്പറ ബീച്ച്, ബട്ട്റോഡ് ബീച്ച്? ബീച്ച് സൈഡ് എത്തി കേട്ടോ. ഈ ബീച്ച് സൈഡില് പോകുന്നത്, ബീച്ച് റോഡിലാണ് പിസ്സ ഹട്ട് ഉള്ളത്. എടാ, ഈ ചെക്കനെ കൊണ്ട് തോറ്റല്ല. കാമ്പറ ബീച്ചിന്റെ സൈഡിലെത്തിയിട്ടുണ്ട് നമ്മള്. ബട്ട്റോഡ് കഴിഞ്ഞിട്ട് കാമ്പറ ബീച്ചിലെത്തി. നമ്മളിങ്ങനെ പാട്ടും കേട്ട് പോവാണ്. അപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ചില് അടുത്തെത്തിക്കണ്. പഠിച്ചോലെ പിസ്സ ഹട്ട് ഉണ്ടാവളെ, അല്ലെങ്കിൽ ഇക്കാക്കനെ ഇക്കാക്ക എന്ത് ചെയ്യും? വേറെ എക്സ്പെൻസീവ് ഹോട്ടലിലേക്ക് പോകേണ്ടി വരൂലേ ഞാൻ ഡിമാൻഡ് ചെയ്താല്? അപ്പൊ പിസ്സ ഹട്ട് എത്താനായിക്കണ്. എനിക്ക് ഈ ദിവസമല്ലേ ഈ മൂപ്പരെ ആദ്യമായിട്ട് ഫോണിലൂടെ സംസാരിച്ച ദിവസം, അതായത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്, ഒരു മൈൽ സ്റ്റോൺ, ഒരു വഴിത്തിരിവ് ലൈഫിൽ, അങ്ങനൊക്കെ ആലോചിക്കാനും ഇഷ്ടം. ഇവര് പ്രവാസിയായിട്ട് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട്. ട്വിസ്റ്റാണ് ഒക്കെ കാര്യം ജീവിതത്തിൽ നടന്നത്. സോ ഈ ദിവസം എന്താണെന്ന് വെച്ചാല് കാക്കനെ ഞാൻ ആദ്യമായിട്ട് ഞാനും കാക്കി ഫോണിലൂടെ സംസാരിച്ച ദിവസം. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ കണ്ടു തന്നെ. ഒരു വാക്കാലും ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ലീവിന് വന്ന്. ഫെബ്രുവരിയിൽ ഇഷ്ടംപോലെ ആനിവേഴ്സറികളുണ്ടല്ലോ ആഘോഷിക്കാൻ. കാക്ക ആദ്യമായിട്ട് നേരിട്ട് കണ്ട ദിവസം, വളയിട്ട ദിവസം, പിന്നെ എൻഗേജ്മെന്റ്, 3 സംഭവങ്ങൾ ഫെബ്രുവരിയിൽ ഒരു ദിവസം ഇട്ടിട്ടാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ചാല് ഒരാഴ്ച ലീവിന് വന്നിട്ടുള്ളൂ. ഏത് നമ്മളെ സാഫ്രോഡോ? ഓ, കോഴിക്കോട് സാഫ്രോഡ് ഹോട്ടലിൽ കൂട്ടി പോയി തോന്നുന്നത്. എവിടെ എന്തല്ലേ പിസ്സ ഹട്ടിൽ? എവിടെ? അതാ നമ്മുടെ പിസ്സ ഹട്ട്. ഡൊമിനോസിൽ പ്രാവശ്യം പോയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിസ്സ എന്ന് പറയുമ്പോൾ എനിക്ക് പിസ്സ ഹട്ടിലാണ് ഇഷ്ടം. അപ്പോൾ കഴിക്കണം. ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് സാഫ്രോഡ്. ഞാൻ ലാസ്റ്റ് വന്നപ്പോഴേനും മോനെ കൺസ്യൂമായ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോട്ടലായിരുന്നു. നമ്മൾ ഒരുപാട് നല്ല ഭക്ഷണങ്ങളല്ലേ കഴിച്ചിരുന്നു. പിസ്സ ഹട്ടിലെത്തിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തതിൽ ആദ്യം വന്നത് സ്പൈസി വിങ്സ് ആണ്. നമ്മൾ സ്വീറ്റ് സോസിൽ മുക്കിയതാണ് കേട്ടോ. അത് വിങ്സ് എന്ന് പറഞ്ഞിട്ട് അതിലധികം കാലായിരുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് പിസ്സ വന്നു, ചിക്കൻ സുപ്രീം പിസ്സ. അതിൽ മീറ്റ് ബോൾസും പിന്നെ മീറ്റൊക്കെ ആണുള്ളത്. ഒരു എന്താ പറയുക, ചീസ് എക്സ്ട്രാ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു പുളി കലർന്ന ടേസ്റ്റാണ്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. മോന് ഇക്കാക്കാണ് പുളി കലർന്ന ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ടൊമാറ്റോ ഫ്ലേവറാണ് മുന്നിട്ട് നിന്നത്. ഇക്കാക്കാണ് മോന് വാരി കൊടുത്തത് കേട്ടോ. മോന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അവൻ അധികം കഴിച്ചത് മീറ്റ് ബോൾസും മീറ്റ് സോസേജൊക്കെ ആണ്. ഇത് നമ്മളെ അമേരിക്കൻ ചീസി പിസ്സ ഉണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ പിസ്സ കാറ്റഗറി പെട്ടത്. ഇതിൽ നിറച്ചും സോസേജ്, പെപ്പറോണി, ബ്ലാക്ക് ഒലീവ് ഓയിൽ, ഹലപ്പിനോ, പിന്നെ ചീസ്, റിച്ച് ആയിരുന്നു കേട്ടോ ആ പിസ്സ. പക്ഷെ എനിക്ക് ഈ പിസ്സനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് നമ്മളെ ചിക്കൻ സുപ്രീമാണ്. മക്കൾക്കും ഇക്കാക്കും ഇഷ്ടപ്പെട്ടത് ഇതാ.
അതിലുണ്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ. പിന്നെന്താണ് നോക്കി 2 പാന് ഫുള്ളും കാലി. ഞങ്ങൾ ഒരു ഇതൊക്കെ കഴിച്ചിട്ടോ. ഈ ലാസ്റ്റ് പീസും ഇക്കാക്കിയും കഴിച്ചു. നല്ലോണം വിശന്നിട്ടാണ് വന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് യാത്ര തുടങ്ങിയത്. നല്ലോണം വിശന്നോണ്ട് തന്നെ നല്ലോണം കഴിച്ചു. ബാക്കിയായ പാഴ്സൽ കൊണ്ടുപോകും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പണ്ട് ടിഫിൻ ബോക്സ് തുറക്കുന്ന മാതിരിയായി പോലെ കാക്ക. കഷ്ടപ്പെട്ട് ടിഫിൻ ബോക്സ് തുറന്നിട്ടുണ്ട് മക്കളെ. കണ്ടോളി നമ്മളെ ഡ്രീം കേക്ക്. നാട്ടിലുള്ള എല്ലാവരും കഴിച്ചിട്ടു, ഞങ്ങൾ കഴിച്ചില്ലേ കേട്ടോ. എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ വാങ്ങാൻ വിചാരിച്ചിട്ടാണ്. എല്ലാ പൂതിയും ഒരുമിച്ച് ഇതൊക്കെ കൊതിക്കുന്നൊക്കെ വായ പൊട്ടി തീരോ. എല്ലാ പൂതിയും ഒരുമിച്ച് തീർത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം, 1 കൊല്ലത്തോളം ഏകദേശം കാത്തുന്നില്ലേ കാക്ക? 1 കൊല്ലം 2 കൊല്ലം ആയിട്ടുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ബർത്ത്ഡേ കേക്കാണ്. കേക്കും ഡ്രീം കേക്കിനും കൂടി അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതിൽ ടെസ്റ്റ് ചെയ്തു. അപ്പം മുറിക്കട്ടെ? ഓക്കെ. Happy birthday to you. Happy birthday to you. അത് മോക്കൊടുക്കി. താങ്ക് യു. ഞാൻ അടുത്തതിൻ്റെ പ്രാണനാഥന്. ഇത് ഫസ്റ്റ് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ അകത്ത് സൂപ്പർ അല്ലേ കാക്ക? അത് നമ്മളെ ചോക്ലേറ്റ് പൗഡറാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ജാനുവരി 29 കുഞ്ഞു വ്ളോഗ് ഡ്രീം കേക്കിലൂടെ അവസാനിച്ചിരിക്കുന്നു. കുറച്ച് ഇത് തിന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഒട്ടാകെ തിന്നാൻ കഴിയില്ല കേട്ടോ. നല്ല മധുരമാണ്. പക്ഷെ ക്വാളിറ്റി കിട്ടുന്നത് സെലിബ്രയിലല്ലേ. എന്താ വെച്ചാൽ ബാക്കിയുള്ള ബ്രാൻഡൊന്നും മോശമൊന്നുമല്ല. അപ്പോൾ ബായ്. കൂടൊക്കെ വേഗം വ്ളോഗ് തീർന്നിട്ട് വേണം എനിക്കിത് അറ്റാക്ക് ചെയ്യാനുള്ള നിലയിൽ നിൽക്കുകയാണ് സൈനു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ജസ്റ്റ് ഞങ്ങൾ കുഞ്ഞു സന്തോഷത്തിൽ നിങ്ങളെ ഒന്ന് കൂട്ടി ചേർത്തിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.